കുറച്ച് ദിവസമായിട്ട് എന്നും നല്ല മഴയാണില്ലേ. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ നല്ല മടിയാണ്. പിന്നെ കുറച്ചധികമായല്ലോ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്ന ടൈമിൽ ഒന്നെങ്കിൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് വോയിസ് ഓവർ എടുക്കാൻ മൂഡുണ്ടാവില്ല. ഇപ്പം രണ്ടും കൂടി ഒത്തു വന്ന ടൈമിലാണെങ്കിലോ ഒടുക്കത്തെ മഴയും. അങ്ങനെ കുറേ വീഡിയോസ് ഡിലീറ്റാക്കി ഫോണിൽ കുറച്ച് സ്റ്റോറേജ് ആക്കിയതിന് ശേഷം മഴയില്ലാത്തൊരു ടൈം നോക്കിയിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഇനിയും ഈ വീഡിയോ ഡിലേ ആക്കിയാൽ ഈ വീഡിയോയിൽ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ മോർണിംഗ് റുട്ടീൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ബെഡൊക്കെ മേക്ക് ചെയ്ത് സെറ്റാക്കി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് ടൈം ഞാൻ കാഴ്ച കണ്ട് നിന്നിട്ടുണ്ട്. എന്നിട്ടാണ് പ്ലാന്റ്സിനൊക്കെ വെള്ളമൊഴിക്കണത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച വെള്ളമൊഴിച്ചതാണ്. ഇപ്പം മഴയൊക്കെയല്ലേ, എന്തിനാ ഇപ്പം വെള്ളമൊഴിക്കണേ എന്നുള്ളൊരു വിചാരമാണ് എനിക്ക്. അങ്ങനെ ആ കുപ്പിയിലുള്ള വെള്ളം എല്ലാത്തിനും അങ്ങോട്ട് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം അഗെയിൻ കാഴ്ച കാണാൻ വേണ്ടി തിരിയാണ്. പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ടൈം കളയാമെന്ന് വിചാരിച്ചു. മഴ അതാണല്ലോ പ്രശ്നം. ഞാൻ നോക്കിയപ്പോൾ മഴ പെയ്തിട്ട് കുറച്ച് ടൈമായ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ രാവിലെയാണല്ലോ എണീക്കുന്നത്. അങ്ങനെ നിരീക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ അത് കഴിച്ചിട്ട് ഞാൻ റൂമിലേക്കെത്തി. അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്. എനിക്കൊന്നൊരു ഹാമ്പർ കൊടുക്കാനുണ്ട്. കൊടുക്കാൻ പോയിട്ട് അത് സെറ്റ് ചെയ്തിട്ട് പോലുമില്ല. ഇങ്ങനെ ഓരോന്ന് ഏറ്റെടുത്തിട്ടാണ് ഞാൻ ഇന്ന് കാഴ്ചയും കണ്ട് അവിടെ നിന്നത്. 12 മണിയായ പോസ്റ്റ് ഓഫീസ് അടക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പം ഞാൻ തുടച്ചുകൊണ്ട് നിൽക്കുന്നത് ടേബിളിൻ്റെ ഭംഗി ആസ്വദിക്കണതല്ല, അതിന് നിറച്ചും പൊടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ടൈമൊന്നുമില്ല, പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ക്ലീൻ ചെയ്യല്, ആ പൊടിയൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഈ മഴയും മടിയും ഒരുമിച്ച് വന്നാലേ കാര്യങ്ങളൊക്കെയാണ് ഇത്, ഗുണങ്ങളും. അങ്ങനെ ഓരോന്നോരോന്ന് പെറുക്കി വെച്ചതിന് ശേഷം നമ്മൾ ടൂൾസ് എടുത്ത് പണി അങ്ങോട്ട് തുടങ്ങി. ഫസ്റ്റ് തന്നെ ഞാൻ ആസ്വദിച്ച് തൊട്ട സ്ഥലത്തുള്ള ആ ചളി, അതെന്തോ ഒരു കറയാണ്, സെല്ലോ ടാപ്പിൻ്റെ സ്റ്റിക്കർ കിട്ടിയതോ അങ്ങനെ എന്തോ സംതിങ്, അത് നന്നായിട്ട് അങ്ങോട്ട് ആഞ്ഞ് തുടച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചിട്ട് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കണം. രാവിലെ കാഴ്ച കണ്ട് നിന്നതല്ലേ, ഇനി കുറച്ച് പണിയൊക്കെ ആവാം. അങ്ങനെ തന്നെ. ഇനി നമുക്ക് ഇന്നലെ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് കാണാം. ഇനി ഇതവിടെ കൊണ്ടുപോയി എടുത്ത് വെച്ചാൽ പിന്നെ ഞാൻ ഇത് കാണിക്കാൻ മറക്കും. സോ ഇതും കൂടെ അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും നേരം വഴുകി. സോ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് നെയിം സ്ലിപ്പ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനായിട്ടുണ്ട്. അത് ഇന്ന് ഏതായാലും കൊടുക്കണ്ട. ഞാൻ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അതും കൂടെ പ്രിൻ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ കൂടുതലും എനിക്ക് കഴിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. വെറും ഹാമ്പറിൽ മാത്രം വെച്ചു കൊടുത്താൽ പോരല്ലോ, എന്തെങ്കിലുമൊക്കെ എനിക്കും വേണ്ടേ. അങ്ങനെ അത് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയിൽ ആ ചോക്ലേറ്റ് കണ്ടപ്പോൾ അത് കഴിക്കാൻ വല്ലാത്തൊരു മോഹം. ഒന്നും നോക്കിയില്ല, പൊട്ടിച്ച് അപ്പം തന്നെ കഴിച്ചു. എന്നിട്ട് അടുത്ത പണിയിലേക്ക് പോയി. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട്. നമ്മുടെ മഴ തിരിച്ചു വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാം. ഇന്ന് ഈ ട്രാൻസ്പെറൻറ്റ് ബാഗിൽ ചെയ്യേണ്ട ഒരു ഹാമ്പറാണ്. എന്നോ വാങ്ങി കെട്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കണം. ഈ ഹാമ്പർക്കുള്ള ഐറ്റംസ് നമ്മൾ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാമ്പറും പർച്ചേസിങ്ങും എല്ലാം കഴിഞ്ഞിട്ടും ഈ ഹാമ്പർ ചെയ്യാനുള്ള ഓർമ്മ മാത്രം എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിൽ വെക്കാനുള്ളത് ഈ സാൻഡിൽസാണ്. ഈ ഒരു സാധനം തിരഞ്ഞിട്ട് ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ. ബിക്കോസ് ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ചെറുതായാലും പ്രശ്നമില്ല, ബട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടതാവുമ്പോൾ അതിൻ്റെ സൈസ് ഉണ്ടാവില്ല, സൈസ് ഉണ്ടാവുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ ടൈം ഇതിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇയറിങ്സ്
അത് ഫസ്റ്റ് ഇയറിങ്സ് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു മിനി ഫ്രെയിമും ഒരു റിംഗ് ആൽബം കൂടെയാണ്. പിന്നെ ചെറിയൊരു വിഷ് കാർഡും. അങ്ങനെ ഹാമ്പറിൻ്റെ പണി ഏകദേശം തീരാനായിട്ടുണ്ട്. ഞാൻ ഈ മിനി ഫ്രെയിമും റിംഗ് ആൽബം അതേപോലെ ഇയറിങ്സും ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ചെയ്യാനുള്ളത് ഈ 2 ഫോട്ടോ ആണ്. അത് കസ്റ്റമറിന് വാലറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് സൈസും കാര്യങ്ങളെല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഹാമ്പർ കൊറിയർ അയക്കാനും ഈ ഫോട്ടോ ഇവിടെ വന്ന് കളക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിൻ്റെ പണി തീരാനായപ്പോഴത്തേക്കും ഏകദേശം ഉച്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹാമ്പർ സെറ്റ് ചെയ്ത് ടേബിളും ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നേരെ ക്ലോത്ത്സ് വാഷ് ചെയ്യാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് മെഷീനിലിട്ടിട്ട് ഞാൻ നേരെ ഫ്രഷ് ആവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മുടെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ക്ലോത്ത്സ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് വിരിച്ചിടാൻ വേണ്ടി പോയി. ഇപ്പോൾ മഴയായതുകൊണ്ട് ഞാൻ ആദ്യം മേലെയാണ് വിരിച്ചിടുക. എന്നാലും നല്ല വെയിലാണെങ്കിൽ നമ്മൾ പുറത്തിടും. അപ്പോൾ വിരിച്ചിടാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. അങ്ങനെ കുറച്ച് സമയം മഴ നോക്കി നിന്നിട്ട് നമ്മൾ തുണി വിരിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങി. പിന്നെ നേരെ വന്നിട്ട് എനിക്ക് വന്ന മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം ഫോണിൽ കളിച്ചിരുന്നിട്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഒരു ചായയും പിന്നെ ഇതെന്തോ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.